പ്രിയ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് 20 മിനിറ്റാണുള്ളത്. 5 മുതൽ 5:25 വരെയാണ്. 5:05 ആയിട്ടുണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രമാണ് ഇന്ന് നമ്മൾ തുടങ്ങി വെക്കുന്നത്. കാരണം വിശുദ്ധ ഖുർആനിൽ വളരെ വിശദമായി ചരിത്രം പരാമർശിക്കപ്പെട്ടിട്ടുള്ളൊരു പ്രവാചകനാണ് മൂസാ അലൈഹി ഇസ്ലാം. മൂസാ അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം എന്ന് പറയുമ്പോൾ അത് ബനു ഇസ്രായേലുകളുടെ ചരിത്രം കൂടിയാണ്. അവരെക്കുറിച്ചും വിശദമായ പരാമർശങ്ങൾ ഖുർആനിലുണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ പേരാണ് ഖുർആനിൽ ഏറ്റവും അധികം പ്രാവശ്യം ആവർത്തിച്ചു പോന്നിട്ടുള്ളത് പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ. 136 പ്രാവശ്യം മൂസ എന്ന പേര് ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ സംഭവ ചരിത്രം, അതായത് ജീവചരിത്രം, അതിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ ആവർത്തിച്ച് പല സൂറത്തുകളിലായിട്ട് വന്നിട്ടുണ്ട്. ചെറിയ വ്യത്യാസങ്ങൾ, ഏറ്റക്കുറച്ചിലുകളൊക്കെ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു തർബിയത്ത് ക്ലാസ്സിൽ, ക്യാമ്പിലെ ചെറിയൊരു ക്ലാസ്സിൽ നമുക്കത് പറഞ്ഞ് തീർക്കാൻ കഴിയില്ല. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഥ കേൾക്കുക എന്നുള്ളതല്ല ചരിത്ര പഠനത്തിൻ്റെ ഉദ്ദേശ്യം. അതുമായി ബന്ധപ്പെട്ടുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് വിശദമായി സംസാരിക്കേണ്ടുന്ന ഒരു വ്യക്തിത്വമാണ് മൂസാ അലൈഹി ഇസ്ലാം. അതുകൊണ്ട് ഇന്ന് ഞാനതിൻ്റെ തുടക്കം കുറച്ച് ഭാഗങ്ങൾ തയ്യാറായി വന്നത് അത്രയും പറയാൻ സാധിക്കണമെന്നില്ല. സമയമാകുമ്പോൾ നിർത്തും. ഇൻഷാ അല്ലാഹ് തുടർന്ന അവസരങ്ങളുണ്ടെങ്കിൽ അടുത്ത ക്യാമ്പുകളിൽ ഇതിൻ്റെ ബാക്കി നമുക്ക് കേൾക്കാം. മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് സൂറത്ത് ഖസസിൻ്റെ തുടക്കത്തിലെ 2 ആയത്തിൽ അല്ലാഹു പറയുന്നത് ത്വാസീം മീം തിൽക ആയാത്തുൽ കിതാബിൽ മുബീൻ എന്ന് ഖുർആനെ പരിചയപ്പെടുത്തിയതിന് ശേഷം നത്ലൂ അലൈക മിൻ നബഇ മൂസാ വഫിർഔന ബിൽ ഹഖ് ലിഖൗമി യുഅ്മിനൂൻ. മൂസയുടെയും ഫിർഔനിൻ്റെയും ചരിത്രം സത്യവിശ്വാസികൾക്ക് വേണ്ടി ഏറ്റവും ശരിയായ രീതിയിൽ നാം നിനക്ക് വിവരിച്ചു തരാം എന്ന് അള്ളാഹു പറയുക. അതിനനുസരിച്ച് വശിതമായ ഒരു ചരിത്രം നമുക്ക് വിവരണം ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ മൂസാ നബി അലൈഹി ഇസ്ലാമിന് ഉള്ള മറ്റൊരു പേരാണ് കലീമുള്ള. കലാമുള്ള ഈസാ നബി അലൈഹി ഇസ്ലാമാണ് അള്ളാഹുവിൻ്റെ വചനം. കലീമുള്ള അള്ളാഹുവുമായി അള്ളാഹു സംസാരിച്ച ആൾ, അത് മൂസാ നബി അലൈഹി ഇസ്ലാമാണ്. അപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒരു മഹത്വമാണ് അത്. അതുപോലെ ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകനാണ് മൂസാ അലൈഹി ഇസ്ലാം. ഏറ്റവും ദൃഢചിത്തരായ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ, മുർസലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 5 പേരിൽ ഒരാൾ മൂസാ നബി അലൈഹി ഇസ്ലാമാണ്. അള്ളാഹു പറയുന്നു വറുസുലൻ ഖദ് ഖസസ്നാഹും അലൈക മിൻ ഖബുൽ വറുസുലൻ ലം നഖ്സുസ് അലൈക വകല്ലമ അല്ലാഹു മൂസാ തക്ലീമ. പിന്നെ വിവരണങ്ങളുള്ള, പേര് പറയപ്പെട്ട പ്രവാചകന്മാരുണ്ട്, വിശദീകരിക്കപ്പെട്ടവരുണ്ട്, അങ്ങനെ വിശദീകരണങ്ങളില്ലാത്തവരുണ്ട്. എന്നാൽ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് അള്ളാഹു ഇവിടെ എടുത്തു പറയുന്നത് വകല്ലമ അല്ലാഹു മൂസാ തക്ലീമ. അള്ളാഹു മൂസയോട് ഒരു സംസാരിക്കുക തന്നെ ചെയ്തു. സംശയിക്കാനൊന്നുമില്ല, അള്ളാഹു സംസാരിച്ചു എന്നുള്ളത് അള്ളാഹു ഖുർആനിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് കലീമുള്ള എന്നുള്ള പേര് വന്നിട്ടുള്ളത്. പിന്നെ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു വിശേഷിപ്പിക്കുന്ന ഖാലയാ മൂസ ഇന്നി സ്തഫൈതുക, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. വേറെയും പ്രവാചകന്മാരെ കുറിച്ച് അങ്ങനെ പറഞ്ഞതുണ്ട്. അലന്നാസി ബിരിസാലാത്തി വ ബികലാമി, എൻ്റെ ദൗത്യവും എൻ്റെ വചനവും ജനങ്ങൾക്ക് എത്തിക്കുന്നതിന് വേണ്ടി എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് സൂറത്ത് ആറാഫിൽ. അങ്ങനെ അള്ളാഹു മഹത്വപ്പെടുത്തി പറഞ്ഞ വേറെയും പരാമർശങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ ഈ മൂസാ നബി അലൈഹി സ്വലാം ജീവിച്ചത് ഈജിപ്തിലാണ് എന്ന് നമുക്കറിയാം. ഈസാ നബി അലൈഹി സ്വലാം 120 വർഷം ജീവിച്ചു എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. കൃത്യമായ കണക്കൊന്നും ആവണമെന്നില്ല, എന്നാലും അങ്ങനെയാണ് കണക്കാക്കിയിട്ടുള്ളത്. 120 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചു. അതിലാദ്യകാലം ഈജിപ്തിലായിരുന്നു. പിന്നീട് കുറച്ചു കാലം മദിയനിൽ താമസിച്ചു. പിന്നെ ഈജിപ്തിലേക്ക് തിരിച്ചു വന്നു.
പിന്നെ ഈജിപ്തിൽ നിന്ന് ബനൂ ഇസ്രായേൽ സമുദായത്തെയും കൂട്ടി പുറത്തുപോയി സീനാ താഴ്വരയിൽ പരിസരങ്ങളുമായിട്ട് കുറേ കാലം അവർക്ക് അലഞ്ഞു തിരിഞ്ഞ് താമസിക്കേണ്ടി വന്നു. ആ കാലത്താണ് മൂസാ നബി അലൈഹി സ്വലാം മരണപ്പെടുന്നത്. അപ്പോൾ ഈ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നുബുവത്ത് വരെയാണ്. സമയമുണ്ടെങ്കിൽ പൂർത്തിയാവുമെങ്കിൽ ഇൻഷാ അല്ലാഹ്. എങ്ങനെയാണ് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ വിഭാഗമായ ബനൂ ഇസ്രായേലുകൾ ഈജിപ്തിലെത്തിയത്? നമുക്കറിയാം, അവരുടെ നാട് കൻആനാണ്. ഇന്നത്തെ ഫലസ്തീൻ്റെ കുറച്ച് വിശാലമായ പ്രദേശം, ഷാമിൻ്റെ ഒരു ഭാഗം. കൻആനിലാണ് യാക്കൂബ് നബി അലൈഹി സ്വലാം താമസിച്ചിരുന്നത്. യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ മറ്റൊരു പേരാണ് ഇസ്രായേൽ. അദ്ദേഹത്തിൻ്റെ സന്തതി പരമ്പരകൾക്കാണ് ബനൂ ഇസ്രായേൽ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ജന്മനാട് കൻആൻ ആണ്. പിന്നെ എങ്ങനെയാണ് ഇവർ ഈജിപ്തിലെത്തിയത്? ഈജിപ്തിലെത്തിയത് നമുക്ക് യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം പഠിച്ചപ്പോൾ നമുക്കറിയാം. അതിൻ്റെ അവസാനം യൂസുഫ് നബി അലൈഹി സ്വലാം മിസ്റിൽ അവിടുത്തെ ഭരണാധികാരിയുടെ കീഴിൽ മന്ത്രിയായി രാജാവിൻ്റെ ഉപദേശകനായൊക്കെ താമസിക്കുന്ന കാലത്ത് പിതാവിനെയും മാതാവിനെയും സഹോദരങ്ങളെയും അവരുടെ കുടുംബത്തെ മൊത്തമായി ഈജിപ്തിലേക്ക്, മിസ്റിലേക്ക് ക്ഷണിച്ചു വരുത്തി. അങ്ങനെ പിന്നീട് അവർ താമസിച്ചത്, അപ്പോൾ കന്നാനിൽ ആരുമില്ല, കുടുംബം മൊത്തമായി തന്നെ മിസ്റിലേക്ക് വന്നു. ഇപ്പോൾ ഇപ്പോഴത്തെ മിസ്റിൻ്റെ മാപ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്, വലിയൊരു രാജ്യമാണ്. പക്ഷെ ഇവർ വന്ന് താമസിച്ചിരുന്നത് മിസ്റിൻ്റെ, ഇപ്പോഴത്തെ ഈജിപ്തിൻ്റെ നൈൽ നദിയുടെ കിഴക്കേ കരയിൽ വടക്ക് ഭാഗത്തായിട്ടാണ്. അതായത് നൈൽ ഡെൽറ്റ, നൈലിൻ്റെ ചുറ്റുവട്ടത്തെ ഏറ്റവും പിന്നെ സമൃദ്ധമായ, അത് കാർഷിക വൃത്തികൾക്കൊക്കെ പറ്റുന്ന ഒരു പ്രദേശമുണ്ട്. അതിന് ലോവർ ഈജിപ്ത് എന്നാണ് പറയാം. ലോവർ എന്ന് പറഞ്ഞാൽ താഴ്ന്ന ഭാഗം എന്നാണ്. ഈ നൈൽ നദി തെക്ക് നിന്ന് ഉത്ഭവിച്ച് വടക്കോട്ടൊഴുകി മെഡിറ്ററേനിയൻ കടലിൽ പതിക്കുന്ന നദിയാണ്. അതുകൊണ്ട് ഈജിപ്തിൻ്റെ വടക്ക് ഭാഗമാണ് താഴ്ച ഉള്ളത്. നൈലിൻ്റെ ആ ഭാഗമാണ് താഴ്ച. ഇപ്പോൾ നമ്മൾ മാപ്പിൽ നോക്കുമ്പോൾ താഴെ കാണുന്ന ഭാഗം ഉയർന്ന ഭാഗമാണ്. അതാണ് അപ്പർ ഈജിപ്റ്റ്. മേലെ കാണുന്ന ഭാഗമാണ് ലോവർ ഈജിപ്റ്റ്. അപ്പോൾ ആ പരിസര പ്രദേശങ്ങളിലാണ് യൂസുഫ് നബി അലൈഹി സ്വലാം താമസിച്ചിരുന്നത്. ബനൂ ഇസ്രായേൽ കുടുംബം ആദ്യം താമസമാക്കിയ സ്ഥലം അവിടെയാണ്. അവർ വന്ന ഒരു വഴി ഇപ്പോഴത്തെ മാപ്പിൽ അടയാളപ്പെടുത്തിയതാണ് കാണുന്നത്. കനാൻ ഇപ്പോൾ പറയുന്നത് ഇപ്പോഴത്തെ ഫലസ്തീൻ്റെയും ഒക്കെ ഭാഗമാണ്. സീനാ മരുഭൂമി, സീനാ ഉപഭൂഖണ്ഡം ഇപ്പോഴത്തെ ഈജിപ്തിൻ്റെ ഭാഗമായി തന്നെ നിൽക്കുന്നു. ഈ പച്ച നിറത്തിൽ കാണുന്ന, ഇടതുഭാഗത്ത് പച്ച നിറത്തിൽ കാണുന്ന ഭാഗമാണ് യൂസുഫ് നബി അലൈഹി സ്വലാം ചെന്നപ്പോൾ സ്വീകരിച്ച് അവിടെ താമസിപ്പിച്ചിരുന്ന രാജാവിൻ്റെ ഭരണപ്രദേശം. നൈലിൻ്റെ താഴെയുള്ള ആ ഡെൽറ്റ പ്രദേശവും പിന്നെ നൈലിൻ്റെ കരയിലായിട്ട് കുറച്ച് താഴോട്ട് പരിസരങ്ങളുമാണ് അദ്ദേഹത്തിൻ്റെ ഭരണത്തിലുണ്ടായിരുന്നത്. അദ്ദേഹം ശരിക്ക് ഈജിപ്തുകാരനായിരുന്നില്ല. ഈ പിന്നെ അന്ന് അവിടെ ഭരിച്ചിരുന്ന ആളുകൾ ഹക്സൂസ്, അറബിയിൽ ഹക്സൂസ്, ഇംഗ്ലീഷിൽ ഹിക്സോസ് എന്നാണ് അവരെ പറ്റി പറയുന്നത്. ആ വാക്കിൻ്റെ അർത്ഥം വിദേശ നാടുകളിലെ രാജാക്കന്മാർ എന്നാണ്. അന്നത്തെ പ്രാചീന ഈജിപ്ഷ്യൻ ഭാഷയിൽ അതിൻ്റെ അർത്ഥം വിദേശ നാടുകളിലെ ഭരണാധികാരികൾ എന്നാണ്. ഇവർ യഥാർത്ഥത്തിൽ കൻആൻ ഭാഗത്തു നിന്ന്, ഷാമിൻ്റെ ഭാഗത്തു നിന്നൊക്കെ പല കാലങ്ങളിലായി ഈ വെള്ളവും കൃഷിയൊക്കെ ഉള്ള അതിന് പറ്റിയ സ്ഥലം എന്നുള്ള നിലക്ക് കുടിയേറി പാർത്തതാണ്. അവരൊരു അധിനിവേശത്തിൻ്റെ ആളുകളൊന്നും ആയിരുന്നില്ല. അവരങ്ങനെ നാടോടികളായി അവിടെ പോയി താമസിച്ചു. അവിടെ അവരുടെ കൃഷിയും കച്ചവടങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞുകൂടി. അവിടെ പ്രത്യേകിച്ച് ആരുടെയും ഒരു അധികാര പരിധിയിലൊന്നും അല്ലാത്തൊരു സ്ഥലമായതുകൊണ്ട് കാലക്രമേണ അത് അവരുടെ ഒരു രാജ്യമായി മാറി അവരവിടെ ഭരിക്കാൻ തുടങ്ങി. അങ്ങനെ ഹക്സോസ് രാജാക്കന്മാർ ഭരിക്കുമ്പോഴാണ് യൂസുഫ് നബി അലൈഹി സ്വലാം അവിടെ എത്തുന്നത്. ആ സ്വപ്നമായിട്ട് ബന്ധപ്പെട്ട് രാജാവിൻ്റെ അടുക്കൽ ചെല്ലുന്നതും അവിടെ സ്ഥാനം ലഭിക്കുന്നതൊക്കെ നമുക്ക് യൂസുഫ് നബിയുടെ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. അവാരിസ് എന്നാണ് അന്നത്തെ അദ്ദേഹത്തിൻ്റെ തലസ്ഥാനത്തിൻ്റെ പേര്. പിന്നീട് എന്തുണ്ടായിച്ചാൽ ഈ താഴെ നേരത്തെ പറഞ്ഞ അപ്പർ ഈജിപ്തിലും നൈലിൻ്റെ പടിഞ്ഞാറൻ ഭാഗത്തൊക്കെ നാട്ടുകാരനെയാണ്, ആ നാട്ടുകാരായ ഭരണാധികാരികളാണ് ഭരിച്ചിരുന്നത്. അവരെ കിബുത്തികൾ എന്നാണ് പറയാം. ഇപ്പോൾ ബനൂ ഇസ്രായേലുകളുടെ ചരിത്രം പഠിക്കുമ്പോൾ, മൂസാ നബിയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ ഇസ്രായേല്യരും കിബുത്തികളും എന്നിട്ട് രണ്ട് വിഭാഗത്തെ കാണുന്നുണ്ട്. ആരാണ് ഈ കിബുത്തികൾ? കിബുത്തികൾ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം തന്നെ ഈജിപ്തുകാരെന്നാണ്. അതായത് ഒരു പ്രത്യേക വർഗമോ ഗോത്രമൊന്നുമല്ല.
എഗിപ്റ്റോസ് എന്നാണ് പഴയ ഗ്രീക്ക് ഭാഷയിൽ ഈജിപ്തിൻ്റെ പേര്, എഗിപ്റ്റോസ്. ആ വാക്ക് അറബീകരിച്ചു വന്നപ്പോൾ ഉണ്ടായ വാക്കാണ് ഖിബുത്ത്. ആദ്യത്തെ അലിഫാണ്ട് പോയാൽ ഹംസാണ്ട് പോയാൽ അപ്പോൾ ഖിബിത്തി എന്ന് പറഞ്ഞാൽ ഈജിപ്തുകാർ. അവരാണ് അവിടുത്തെ സ്വദേശികൾ. അവർക്ക് വേറെ രാജ്യങ്ങളും ഭരണാധികാരികളൊക്കെ അപ്പുറത്തുണ്ട്. അങ്ങനെ കുറച്ച് കാലത്തിന് ശേഷം ഈ ഹക്സൂസുമാർ അവിടെ കുറച്ച് കാലം നൂറ്റാണ്ടുകൾ ഭരിച്ചതിന് ശേഷം ഈ ഖിബിത്തികളുടെ കൂട്ടത്തു നിന്നൊരു മുന്നേറ്റം ഉണ്ടാവുകയും അഹ്മസ് എന്ന് പറയുന്നൊരു രാജാവിൻ്റെ കീഴിൽ ഇവരുടെ രാജ്യം പിടിച്ചടക്കി ഇവരവിടുന്ന് പുറത്താക്കി. അപ്പോൾ അവർ ഭരിച്ചിരുന്ന കാലത്ത് ഇസ്രായേൽ കുടുംബത്തിന് അവിടെ വലിയ പരിഗണനയായിരുന്നു. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമൊക്കെ അവിടെ തന്നെയാണല്ലോ ജീവിച്ചതും മരിച്ചതും. അപ്പോൾ അവരെ വലിയ ആദരവിലും പരിഗണനയിലും ഒക്കെയാണ് അന്നത്തെ രാജാവ് കണക്കാക്കിയിരുന്നത്. എന്ന് മാത്രമല്ല, യൂസുഫ് നബിയുടെ കാലത്തെ രാജാവ് ഇസ്ലാം സ്വീകരിച്ചു എന്ന് ചരിത്രത്തിൽ അങ്ങനെ ഒരു പരാമർശമുണ്ട്. കൃത്യമായിട്ട് അതിൻ്റെ വസ്തുതകൾ നമുക്ക് ഉറപ്പിച്ച് പറയാവുന്ന തെളിവുകളൊന്നുമില്ലെങ്കിലും അദ്ദേഹം മുസ്ലിം ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഖിബിത്തികൾ ആണെങ്കിൽ അവർ വിഗ്രഹാരാധകരാണ് പണ്ട് മുതൽ. അവർക്ക് പ്രവാചകന്മാരൊന്നും അവരുടെ പാരമ്പര്യത്തിൽ അറിയപ്പെട്ട കാലത്തില്ല. അവർ വിഗ്രഹാരാധകരാണ്. ഇവരാണെങ്കിൽ പ്രവാചകന്മാരുടെ പാരമ്പര്യമുള്ള ആൾക്കാരാണ്. ഇസ്രായേൽ സമുദായം അന്നത്തെ അവസ്ഥയിൽ മുഅ്മിനുകളാണെന്ന് പറയാം. അപ്പോൾ വിഗ്രഹാരാധകരായ സ്വദേശികൾ അവരധികാരത്തിലേക്ക് തിരിച്ചു വന്നു. പ്രവാചക പാരമ്പര്യമുള്ള വിദേശത്ത് നിന്ന് വന്ന ആളുകൾ അവിടെ ഉണ്ട്, അവർ പോയിട്ടില്ല. ഭരണാധികാരികളാണ് ഇവർ നാട്ടിൽ നിന്ന് പുറത്താക്കിയത്. ഇവരവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അവർ രണ്ട് പ്രശ്നപരമായിട്ട്, രാഷ്ട്രീയമായിട്ട് പഴയ ഭരണാധികാരികളുടെ അടുപ്പക്കാരാണ്, വിശ്വാസപരമായിട്ട് ഇവരുടെ യോജിപ്പില്ലാത്ത ആളുകളാണ്. അതുകൊണ്ട് അവരെ അടിച്ചമർത്തി. അങ്ങനെയാണ് ഖിബിത്തികൾ ഇസ്രായേലിയരെ താഴ്ത്തിക്കെട്ടുന്നത്. അത് ഈ ഫിർഔൻ എന്ന് പറഞ്ഞ ഒരാളല്ല, നമുക്ക് അറിയുന്നതാണ് വിചാരിക്കുന്നത്. ഫിർഔൻ എന്ന് പറഞ്ഞാൽ ആ വംശത്തിലുള്ള ഭരണാധികാരികൾ അവരുടെ സ്ഥാനപ്പേരായിട്ട് സ്വീകരിച്ചിരുന്നതാണ്. എന്നാൽ ഹക്സൂസുകാർ ആ പേര് സ്വീകരിച്ചിട്ടില്ല. അവർ മലിക് എന്നാണ് പറഞ്ഞിരുന്നത്. യൂസുഫ് നബിയുടെ ചരിത്രത്തിലൊക്കെ നമുക്ക് മലിക് എന്നാണ് കാണുക. രാജാവിൻ്റെ പാനപാത്രം പോയത്, രാജാവ് സ്വപ്നം കണ്ടത്, യൂസുഫ് നബിനെ ഒലിപ്പിച്ചത്, അവിടുത്തെ ഖുർആൻ ഉപയോഗിച്ച വാക്ക് മലിക് എന്നാണ്. അവിടെ എവിടെയും ഫിർഔൻ ഉപയോഗിച്ചിട്ടില്ല. മൂസാ നബിയുടെ ചരിത്രം പറയുമ്പോൾ ഫിർഔൻ എന്നാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഖുർആൻ ചരിത്രത്തെ അതിൻ്റെ ശരിയായ രീതിയിൽ തന്നെ അവതരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതും അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ഖുർആൻ്റെ ഒരു ഏജാസിൻ്റെ ഭാഗമാണ്. കാരണം ചരിത്രപരമായിട്ടൊരു അബദ്ധം അവിടെ ഖുർആനിൽ വന്നിട്ടില്ല. അപ്പോൾ ഈ ഫറോവമാർ അധികാരത്തിൽ തിരിച്ചു വന്നു. അങ്ങനെ ഇവർ അടിച്ചമർത്തപ്പെട്ടു. അതിനെക്കുറിച്ച് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഖസസിൽ പറയുന്നു, ഇന്ന ഫിർഔന അലാ ഫിൽ അർദ്. ഫിർഔൻ ഭൂമിയിൽ വലിയ അഹന്ത നടിച്ചു, ഔന്നത്യം നടിച്ച ആളാണ്. പിന്നെ വജഅല അഹ്ലഹാ ശിയഅൻ. അയാൾ ചെയ്തൊരു കാര്യം നമ്മളെ നാട്ടിലൊക്കെ മുമ്പ് ഉണ്ടായിരുന്നത് പോലെ, എപ്പോഴും ഉള്ളതുപോലെ ജനങ്ങളെ പല തട്ടുകളാക്കി തിരിച്ചു. ഭരണാധികാരികളുമായിട്ട് അടുപ്പുള്ള പ്രഭുക്കന്മാരും അതിൽ ഭരണത്തിൽ സഹായിക്കുന്നവരുമായ ആളുകൾ, അതിൻ്റെ താഴെയുള്ള ആളുകൾ, ഏറ്റവും താഴെ അധസ്ഥിതരായ തൊഴിലാളികളായിട്ടുള്ള ആൾക്കാർ, അങ്ങനെ ജനങ്ങളെ തട്ടുകളായി തിരിച്ചു. ഷിയഅൻ, കക്ഷികളാക്കി. യസ്തളീഫു ത്വാഇഫത മിൻഹും, അതിൽ ചില വിഭാഗങ്ങളെ ദുർബലരാക്കി കാണുകയും ചെയ്തു. അപ്പോൾ ഏറ്റവും താഴെ വരെ വെച്ചത് ബനൂ ഇസ്രായേൽ സമുദായത്തിൽപ്പെട്ട ആൾക്കാരെ. അവരെ അടിച്ചമർത്താനും അവരെ വലിയ കായികാധ്വാനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി അടിമകളാക്കി വെക്കുക, അങ്ങനെ അവരെ പ്രയാസപ്പെടുത്തി. ആ കാലത്താണ് അന്നത്തെ ഫിർഔൻ ഒരു സ്വപ്നം കണ്ടു. ഇപ്പോൾ മൂസാ നബിയുടെ കാലത്തുള്ള ഫിർഔൻ ആദ്യം മുതൽ അവസാനം വരെ ഒരാളാണോ എന്നുള്ളതിൻ്റെ ചരിത്രത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാനുണ്ട്. ഏതായിരുന്നാലും ആ കാലത്ത് ഫിർഔൻ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം എന്തായിരുന്നു? ഒരു തീക്കാറ്റ്, ബൈത്തുൽ മഖ്ദിസിൻ്റെ ഭാഗത്ത് നിന്നൊരു തീക്കാറ്റ് പുറപ്പെട്ട്, അതായത് കൻആനിൽ നിന്ന്, ഫലസ്തീനിൽ നിന്നൊരു തീക്കാറ്റ് പുറപ്പെട്ട് അത് സീനാ ഭൂഖണ്ഡം കടന്ന് ഈജിപ്തിലേക്ക് വന്നു. എന്നിട്ട് ഈജിപ്തിലുള്ള ഖിബിത്തികളുടെ വീടുകളൊക്കെ അത് കരിച്ചു കളഞ്ഞു. ഇസ്രായേൽ സമുദായത്തിലെ ആളുകളുടെ വീടുകളൊക്കെ അത് ഒഴിവാക്കി, അതൊന്നും കത്തിയില്ല. അങ്ങനെ ഒരു സ്വപ്നം ഫിർഔൻ കണ്ടു. അപ്പോൾ ഫിർഔൻ അയാളുടെ പ്രശ്നക്കാരെയും ജ്യോത്സ്യന്മാരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഇതിൻ്റെ വ്യാഖ്യാനം ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഈ നാട്ടിൽ നിന്നുള്ള, അത് തീക്കാറ്റ് പുറപ്പെട്ട ഫലസ്തീൻ നാട്ടിൽ നിന്നുള്ള അവരിൽപ്പെട്ട ഒരാൾ മുഖേന നിങ്ങളുടെ അധികാരം അസ്തമിക്കും. അവരിവിടെ തന്നെ ഉണ്ട്. അവിടുന്ന് വന്നവർ ബനൂ ഇസ്രായേൽ സമുദായം
ഇവിടെ താമസിക്കുകയാണ്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന വിരോധം ഒന്നുകൂടി കൂടി. അങ്ങനെ ഇതിനെന്താ പരിഹാരം? അപ്പോൾ ഒരു പുരുഷനായിരിക്കുമല്ലോ അധികാരം തകർത്ത് ഇയാളെ സ്ഥാനഭ്രഷ്ടനാക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇയാൾക്ക് നാശത്തിന് കാരണമാകുന്നത്. അതുകൊണ്ട് ആ സമുദായത്തിൽ പറക്കുന്ന ആൺകുട്ടികളൊക്കെ കൊല്ലണം എന്ന് ഉപദേശിച്ചത് അയാൾ സ്വീകരിച്ചു. അങ്ങനെ പട്ടാളക്കാരൊക്കെ ഏർപ്പാട് ചെയ്തു. ഇവരൊക്കെ ഇവരുടെ കീഴിൽ തന്നെ ജീവിക്കുന്ന ആൾക്കാരാണ്, ഇവരുടെ ആശ്രിതരായിട്ടും തൊഴിലാളികളായിട്ടൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെ നിരീക്ഷിക്കാനും ഗർഭമുള്ള സ്ത്രീകളെ നിരീക്ഷിക്കാനും പ്രസവിച്ച ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ നോക്കാനും ആൺകുട്ടിയാണെങ്കിൽ കൊന്നു കളയാനും അങ്ങനെ അവർ കുറച്ചു കാലം ബനൂ ഇസ്രായേൽ സമുദായത്തിൽ പറക്കുന്ന ആൺകുട്ടികളൊക്കെ കൊന്നു. അപ്പോൾ ഇവരെ കൂട്ടത്തിൽ തന്നെ കിബത്തികളിൽപ്പെട്ട ചില പ്രമാണിമാരെന്നെ പറഞ്ഞു, ഇങ്ങനെ ആയാലും നമുക്ക് പിന്നെ പണിയെടുക്കാൻ ആളുണ്ടാവില്ല. ഇവർ ആണുങ്ങളെ മുഴുവൻ കൊന്നാലും പിന്നെ നമുക്ക് സേവകരായിട്ട് ആരുണ്ടാവുക? അതുകൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണം. അപ്പോൾ അതിനെപ്പറ്റി കൂടിയാലോചിച്ചപ്പോൾ ചിലർ പറഞ്ഞു, ഒരു കൊല്ലം ജനിക്കുന്ന കുട്ടികളൊക്കെ കൊല്ലം, അടുത്ത കൊല്ലം ഒഴിവാക്കുക. അങ്ങനെ ഒരു കൊല്ലം ഇതിനൊരളവ്, പിറ്റത്തെ കൊല്ലം വീണ്ടും കൊല്ലും. അങ്ങനെ കൊല്ലാത്ത ആൺകുട്ടികളെ കൊല്ലുന്നത് ഒഴിവാക്കിയ ഒരു വർഷം മൂസാ നബിയുടെ ഉമ്മ അവർക്കൊരു കുട്ടിയുണ്ടായി, ഹാറൂൻ. അപ്പോൾ അത് കൊല്ലപ്പെടാതെ രക്ഷപ്പെട്ടു. പിന്നെ കൊല്ലുന്ന വർഷമായപ്പോൾ അവർ വീണ്ടും ഗർഭിണിയായി. അങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാമിന് ഗർഭം ചുമന്നു. ആ സമയത്ത് അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹം എന്ന നിലക്കായിരിക്കണം അവരുടെ ഗർഭം അത്ര വ്യക്തമായിരുന്നില്ല, ആളുകൾക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാകുന്ന രീതിയിലായിരുന്നില്ല. അവർ പക്ഷെ വളരെ മനപ്രയാസത്തിലായിരുന്നു. ഈ കുട്ടി ജനിച്ചാൽ ആൺകുട്ടിയാണെങ്കിൽ ഇവർ കൊല്ലും. അപ്പോൾ അള്ളാഹു മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉമ്മാക്ക് ഒരു വഹി നൽകി എന്നാണ് ഖുർആൻ പ്രയോഗിച്ച വാക്ക്, ഔഹൈന ഇലാ ഉമ്മി മൂസ. വഹി പലതരത്തിലുണ്ട്. പ്രവാചകന്മാർക്ക് കൊടുക്കുന്ന വഹിയുണ്ട്, അല്ലാത്ത വഹിയുണ്ട്. അത് മനസ്സിൽ തോന്നിക്കലാകാം, അശരീരി കേൾക്കലാകാം, എന്തോ ആവാം. വഹിയുള്ളവർക്ക് നബിമാരാണെന്ന് അർത്ഥമല്ല. തേനീച്ചക്ക് അള്ളാഹു പറഞ്ഞത് എന്താ? വഹി കൊടുത്തു എന്നാണ്. അപ്പോൾ അത് രഹസ്യമായ മാർഗത്തിലൊരു സന്ദേശം കൊടുക്കുക. അപ്പോൾ ഏതായിരുന്നാലും മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉമ്മാക്ക് അള്ളാഹു ഒരു സന്ദേശം നൽകി. ഒരു പേരൊക്കെ ചരിത്രത്തിൽ പലതും പറയുന്നുണ്ടാവും, നമുക്കത്ര കൃത്യമല്ല. മൂസാ നബിയുടെ ഉപ്പാടെ പേര് ഇമ്രാൻ, അത് അറിയപ്പെട്ടതാണ്. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സന്തതി പരമ്പരയിൽ അത് ഞാൻ പറയാൻ വിട്ടു. അതായത് യൂസുഫ് നബിയുടെ സഹോദരനായ ലാവി, അതായത് യാക്കൂബ് നബിയുടെ 12 മക്കളിൽ ഒരാളാണ് ലാവി. ആ ലാവിയുടെ പേരക്കുട്ടിയോ അല്ലെങ്കിൽ പേരക്കുട്ടിയുടെ കുട്ടിയോ ആണ് മൂസാ നബിയുടെ ഉപ്പ ഇമ്രാൻ. ആ പരമ്പരയിൽ വന്നിട്ടുള്ള ആളാണ്. ഉമ്മയുടെ പേരൊക്കെ ചരിത്രത്തിലും ബൈബിളിലൊക്കെ ഉണ്ട്. അത് നമുക്ക് അത്ര ഉറപ്പിച്ച് പറയാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഏതായിരുന്നാലും ഈ ഉമ്മയെ ആശ്വസിപ്പിച്ചുകൊണ്ട് അള്ളാഹു അവർക്ക് സന്ദേശം നൽകുകയും അങ്ങനെ ആ കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് മുല കൊടുക്കണം എന്നർദ്ദഈഹി ഫൈദാ ഖിഫ്തി അലൈഹി ഫഅൽഖീഹി ഫിൽ യം. കഥ നമ്മൾ ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ളതാണ്. ആ കുട്ടി ജനിച്ചാൽ മുല കൊടുക്കണം. ആ കുട്ടിയുടെ സുരക്ഷയുടെ കാര്യത്തിൽ ഭയപ്പാടുണ്ടെങ്കിൽ ഒരു പെട്ടിയിലാക്കുക, എന്നിട്ട് ആ പെട്ടി പുഴയിൽ ഒഴുക്കുക. വലാ തഖാഫി, പേടിക്കൊന്നും വേണ്ട. വലാ തഹ്സനി, ദുഃഖിക്കുകയും വേണ്ട. എന്നിട്ട് അള്ളാഹു ഒരു വാഗ്ദത്തം കൊടുക്കുന്നുണ്ട്, ഇന്നാ റാദ്ദൂഹു ഇലൈക്ക്, അവനെ ഞാൻ നിൻ്റെ അടുക്കലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരും. വജാഇലൂഹു മിനൽ മുർസലീൻ, ഈ കുട്ടിയെ ഞാൻ പ്രവാചകന്മാരിൽപ്പെട്ടവനാക്കി മാറ്റുകയും ചെയ്യും എന്നൊക്കെ ഉമ്മാക്ക് തോന്നിച്ചു കൊടുത്തു. അങ്ങനെ അവർ ആ പ്രകാരം തന്നെ പട്ടാളക്കാർ പരിശോധനയ്ക്ക് വരുന്നുണ്ട് തോന്നിയപ്പോൾ ഒരു പെട്ടിയിലാക്കി, മരത്തിൻ്റെ ഖഷ്ബ്, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ പറ്റുന്ന രീതിയിലൊരു പെട്ടിയിലാക്കിയിട്ട് കുട്ടിയെ പുഴയിലൊഴുക്കി. അപ്പോൾ ഫിറഔനെ പേടിച്ചിട്ടും ഫിറൗൻ്റെ കിങ്കരന്മാരെ പേടിച്ചിട്ടുമാണ് ഇപ്പോൾ കുട്ടിയെ പുഴയിൽ ഒഴുക്കിയത്. അള്ളാഹു പറഞ്ഞു, ദുഃഖിക്കണ്ട, പേടിക്കണ്ട. അള്ളാഹു മൂസാ നബി അലൈഹി സ്വലാമിനെ സംരക്ഷിച്ചു. എങ്ങനെ സംരക്ഷിക്കുന്നത്? ആരാണോ കൊല്ലുമെന്ന് പറയുന്നത്, ആരെയാണോ ഭയപ്പെടുന്നത്, അയാളുടെ കീഴിൽ ആ കുഞ്ഞിനെ സംരക്ഷിക്കാനാണ് അള്ളാഹുവിൻ്റെ പദ്ധതി. നമ്മളെ ചിന്തക്കും പ്ലാനിനും ആസൂത്രണങ്ങൾക്കൊക്കെ അപ്പുറത്താണ് അള്ളാഹുവിൻ്റെ പ്ലാൻ. മക്റുള്ള എന്ന് ഖുർആൻ പല സ്ഥലത്തും പറഞ്ഞല്ലോ. അപ്പോൾ എന്താ സംഭവിച്ചത്? ആ പെട്ടി ഈ നൈൽ നദിയുടെ തീരത്താണ് ഫിറൗൻ്റെ കൊട്ടാരം. അങ്ങനെ പുഴയിലൂടെ ഒരു പെട്ടി ഒഴുകി വരുന്നത് പരിചാരകർ കണ്ടു. അവരത് എടുത്തു. ഒരു കുട്ടിയാണ്. ഉടനെ ഫിറൗൻ്റെ ഭാര്യയുടെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ നല്ല സുന്ദരനായൊരു കുട്ടി. ആ കുട്ടിയെ ഒരു കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി.
അങ്ങനെ ഒരു കുട്ടിയെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഫിറൗൻ ആ കുട്ടിയെ കൊല്ലാൻ വേണ്ടി വന്നു. അപ്പോൾ അവർ പറഞ്ഞു, കൊല്ലരുത്, ഇത് നമ്മുടെ കൺകുളിർമയാണ്, എനിക്കും നിങ്ങൾക്കും ഒരു കൺകുളിർമയായി നമുക്ക് സ്വീകരിക്കാം. വഖാലത്തി ഇംറാഅത്തു ഫിർഔന ഖുർറത്തു ഐനിൻ ലീ വലക്. അപ്പോൾ ഫിറൗൻ അതിന് മറുപടി പറഞ്ഞതായിട്ട് ചരിത്രത്തിൽ കാണുന്നുണ്ട്. എൻ്റെ കണ്ണിന് ചിലപ്പോൾ കുളിർമയായിരിക്കും, എനിക്കല്ല എന്ന് അപ്പോഴും നിഷേധിച്ച് പറയുകയും ആ കുഞ്ഞിനെ കൊല്ലണമെന്ന് ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നു. ലാ തഖ്തുലൂഹു, കൊല്ലരുത് എന്ന് ഭാര്യ പറയുന്നു. അസാ അൻ യൻഫഅന, ഒരു പക്ഷേ നമുക്ക് ഉപകാരപ്പെട്ടേക്കും. ഔ നത്തഖിദഹു വലദ, അല്ലെങ്കിൽ നമുക്കൊരു കുട്ടിയായിട്ട് സ്വീകരിക്കാം. കാരണം ഇവർക്ക് മക്കളില്ലാത്തത് കൊണ്ട് നമുക്കൊരു മകനായി സ്വീകരിക്കാം എന്നൊക്കെ അവർ പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ ഒന്നും യാഥാർത്ഥ്യം അറിഞ്ഞുകൊണ്ടല്ല. അതാണ് വഹും ലാ യശ്ഉറൂൻ. എൻ്റെ മേലെ പറഞ്ഞു ഫിർഔനും ഹാമാനും അവരുടെ പട്ടാളങ്ങൾക്കൊക്കെ അബദ്ധം പറ്റി. കാരണം ശത്രുവായി അവർ കാത്തിരിക്കുന്ന, നശിപ്പിക്കണമെന്ന് വിചാരിക്കുന്ന ആളെയാണ് സംരക്ഷിക്കാൻ വേണ്ടി കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ കൊട്ടാരത്തിലാണ് വളരുന്നത്. ചരിത്രത്തിൽ കാണുന്നത് ഫിറൗൻ്റെ ഭാര്യയാണ് മൂസ എന്ന് പേരിട്ടതെന്നാണ്. മൂസ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വെള്ളത്തിലൂടെ ഒലിച്ചു വന്നതെന്നാണ്. അപ്പോൾ അങ്ങനെ വെള്ളത്തിൽ നിന്ന് കിട്ടിയതായതുകൊണ്ട് മൂസ നബിക്ക് അങ്ങനെ മോശെ എന്നിപ്പോൾ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ അവരുടെ ഭാഷയിൽ പറയുന്നത് പോലെ അതിനൊക്കെ ഒരേ വാക്ക് തന്നെയാണോ അർത്ഥം ഇതാണ്. അങ്ങനെ അവരെ അവിടെ വളർത്തുകയാണ്. പക്ഷേ കൊട്ടാരത്തിൽ കിട്ടിയിട്ടേ ഉള്ളൂ, ചെറിയ കുഞ്ഞാണ്, പേരിട്ടിട്ടേ ഉള്ളൂ, പിന്നെ മുല കുടിക്കുന്ന പ്രായമാണ്. അപ്പോൾ ഈ കുട്ടിക്ക് മുല കൊടുക്കാൻ നോക്കുമ്പോൾ ആരുടെ മുലയും സ്വീകരിക്കുന്നില്ല. അത് അള്ളാഹുവിൻ്റെ വേറെ അടുത്തൊരു പദ്ധതിയാണ്. കാരണം എന്താ പറഞ്ഞാൽ, ഉമ്മാട് പറഞ്ഞിട്ടുണ്ട് നിൻ്റെ അടുക്കലേക്ക് ഞാൻ തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ ഈ കുട്ടി ആരുടെയും മുല കുടിക്കാൻ കൂട്ടാക്കുന്നില്ല. അള്ളാഹു അതിനെ തടഞ്ഞു വെച്ചു. എന്നിട്ട് അപ്പോൾ ഈ കുട്ടിക്ക് മുല കൊടുക്കണം. അപ്പോൾ പിന്നെ മുല കൊടുക്കുന്ന ആളുകൾ അന്വേഷിച്ചിട്ട് വരുന്നവരൊന്നും മുല കുടിക്കുന്നില്ല. അപ്പം മൂസാ നബിയുടെ ഉമ്മ ഈ കുഞ്ഞിനെ പുഴയിൽ പിന്നെ വെള്ളത്തിൽ ഒഴുക്കി വിട്ടാൽ, മനസ്സിൽ എന്തൊക്കെ ഉറപ്പ് തോന്നിയിട്ടുണ്ടെങ്കിലും ഒരു പിഞ്ചു കുഞ്ഞിനെ പുഴയിൽ ഒഴുക്കി വിട്ടാൽ അതിനെക്കുറിച്ചുള്ളൊരു ആശങ്കയും പ്രയാസം ഉണ്ടാവുമല്ലോ. ഫാസ്ബഹ ഫുആദു ഉമ്മി മൂസ ഫാരിഗ, ആ പ്രയാസം അവരുടെ മനസ്സിലുണ്ട്. പക്ഷേ എന്ത് സംഭവിക്കുന്നു എന്നറിയാൻ വേണ്ടി ഒരു മകളുണ്ട് അവർക്ക്. ആ മകളെ പറഞ്ഞയച്ചിട്ടുണ്ട്. അവരിങ്ങനെ പുഴവക്കത്തൂടി പോയി, അവർ കണ്ടു ഇവരാണ് എടുത്തിട്ടുള്ളത്, കൊട്ടാരത്തിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ അവിടെ പോയി, അവിടെ കുട്ടിക്ക് മുല കൊടുക്കാൻ ആളില്ല, മുല കുടിക്കുന്നില്ല എന്നുള്ള പ്രശ്നമാണ്. അപ്പോൾ കുട്ടി പറഞ്ഞു, ഈ പെങ്ങളാണ് പറയുന്നത്, അവർക്കറിയില്ലല്ലോ, ഒരാളെ കുട്ടിക്ക് മുല കൊടുക്കാൻ പറ്റിയ ഒരാളെ ഞാൻ അറിയിച്ചു തരാം. അങ്ങനെ മൂസാ നബിയുടെ ഉമ്മയെ കൊണ്ടുവരുന്നു. ആ കുട്ടി, അതുവരെ മുല കുടിക്കാതിരുന്ന കുട്ടി മൂസാ നബിയുടെ ഉമ്മ വന്നപ്പോൾ മുല കുടിക്കുന്നു. അപ്പോൾ ആസിയ എന്നാണല്ലോ ഫിറൗൻ്റെ ഭാര്യയുടെ പേര്. അവർ പറഞ്ഞു, നിങ്ങൾ കൊട്ടാരത്തിൽ താമസിക്കുക, കുട്ടിയെ നോക്കുക, മുല കൊടുക്കുക, വേണ്ട സൗകര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുമ്പോൾ അവർ പറഞ്ഞു, എനിക്ക് വേറെ 2 മക്കളുണ്ട്, പ്രായമായൊരു ഭർത്താവുണ്ട്, അതുകൊണ്ട് കൊട്ടാരത്തിൽ നിൽക്കാൻ പറ്റൂല, അതുകൊണ്ട് ഞാൻ കൊണ്ടുപോയിക്കോളാം കുട്ടിയെ. അപ്പോൾ കൊണ്ടുപോകാൻ പക്ഷേ എല്ലാ ദിവസവും കൊട്ടാരത്തേക്ക് കൊണ്ടുവരണം. അങ്ങനെ ഒരു കരാറിൽ കൊണ്ടുപോയി. അങ്ങനെ അവിടെയും കൊട്ടാരത്തിലും വീട്ടിലായിട്ട് മൂസാ നബി വളർന്നു. പിന്നെ നല്ല പ്രായത്തിലായപ്പോൾ, കൗമാരപ്രായമൊക്കെ ആയപ്പോൾ കൊട്ടാരത്തിൽ തന്നെ അവിടുത്തെ ശിക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടി അങ്ങനെ വളർന്നു. അതിന് ശേഷമാണ് പിന്നെ ആ സമയത്തെക്കുറിച്ച് അള്ളാഹു അദ്ദേഹത്തിന് വിജ്ഞാനവും വിവേകവും ഒക്കെ നൽകിയതിനെക്കുറിച്ച് സൂറത്തുൽ ഖസസിൻ്റെ തുടക്കം കുറച്ച് ഭാഗം അങ്ങനെ തുടർച്ചയായിട്ട് നമുക്ക് മൂസാ നബിയുടെ ചരിത്രമാണ് കാണാൻ പറ്റുക. വലമ്മാ ബലഗ അശുദ്ധഹു വസ്തവ ആതൈനാഹു ഹുക്മൻ വ ഇൽമ. അദ്ദേഹം പൂർണ്ണത പ്രാപിച്ചപ്പോൾ, യുവാവായി തീർന്നപ്പോൾ അദ്ദേഹത്തിന് നാം പിന്നെ വിജ്ഞാനവും വിവേകവും നൽകി. അപ്പോൾ ശക്തിയും വിജ്ഞാനവും വിവേകവും, കദാലിക നജിൽ മുഹ്സിനീൻ, അങ്ങനെയാണ് നാം സന്മാർഗികൾക്ക് പ്രതിഫലം നൽകുന്നത്. അങ്ങനെ ആയത്തോടെ 2 പ്രാവശ്യം പേസ് ചെയ്ത് ഒരായത്തന്നെ ഉള്ളൂ. പിന്നെ ഇനിയുള്ള സംഭവം തുടങ്ങി നമുക്ക് സമയം ഉണ്ടാവില്ല, അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്കിവിടെ നിർത്താം. അപ്പോൾ ഒരു യുവാവായി കൊട്ടാരത്തിലെ സംരക്ഷണത്തിൽ പിന്നെ മിസ്റിൻ്റെ തലസ്ഥാനത്ത് അദ്ദേഹം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഇത് ഇവിടെ അവസാനിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിൽ അവസരമുള്ളപ്പോൾ നമുക്കത് പൂർത്തിയാക്കാം. ഏതായിരുന്നാലും ഒരുപാട് ഗുണപാഠങ്ങൾ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒരു പ്രവാചകൻ, പ്രബോധകൻ എന്നുള്ള നിലക്കുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകളിലും, അതുപോലെ ഒരു സമുദായം, പ്രബോധിത സമുദായം എന്ന നിലക്കുള്ള ബനൂ ഇസ്രായേൽ സമുദായത്തിൻ്റെ നിലപാടുകളിലും ഒക്കെ നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാൻ ഉൾക്കൊള്ളാനുണ്ട്. അള്ളാഹു കാര്യങ്ങൾ കൂടുതൽ പഠിച്ച് മനസ്സിലാക്കി അതിൽ നിന്നുള്ള ഗുണപാഠങ്ങൾ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലൈഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.